അമ്മ ഇത് കണ്ടു. വലിയ ആദ്യമായിട്ട് എനിക്ക് സമ്മാനിച്ച പൊന്ന. ഇതിനകത്ത് ഞങ്ങൾ രണ്ടാളുടെ ഫോട്ടോയും ഉണ്ട്. ആദ്യം ഇത് തന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയി. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇത് അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ കഴുത്തിൽ അണിയുകയാണ്. അമ്മ ഞങ്ങളെ രണ്ടാളെ അനുഗ്രഹിക്കണം. കല്യാണി എത്തിയ ലക്ഷണമൊന്നുമില്ലല്ലോ. ഞാൻ കൊടുത്ത മാലയിട്ടോണ്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ടാവും വൈകുന്നത്. എന്തായാലും വന്നല്ലേ പറ്റൂ. അല്പം വെയിറ്റ് ചെയ്തളേ. ഇത് അഖില മാഡത്തിന്റെ അച്ഛൻ ഇട്ടിരുന്ന മാലയാ. വലിയ കുഞ്ഞും പറഞ്ഞതുപോലെ ഇതും ഇട്ടോണ്ട് അഖില മാഡത്തിന്റെ മുന്നിൽ പോവാൻ എനിക്കാവില്ല. ആലോചിക്കുമ്പോ തന്നെ മുട്ട് വിറക്കിയ. മാല ഇടാണ്ട് പോവാന്ന് വെച്ചാ വലിയ കുഞ്ഞിനത് സങ്കടാവും. ഇനിയിപ്പോ എന്താ ഒരു വഴി? സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവളവിടെ എന്ത് ചെയ്യാ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? ദൈവമേ, വലിയ കുഞ്ഞാണല്ലോ. എന്താ ഇപ്പൊ പറയാൻ പറ്റണേ? എടുക്കാതിരിക്കാം. ഇവളെന്താ ഫോൺ എടുക്കാത്ത? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനിയിപ്പോ ആളിവിടെ ഇല്ലേ? ഒന്നുകൂടെ വിളിക്കാം. എന്റെ ദേവി, പിന്നെയും വിളിക്കുകയാണല്ലോ. ഇനിയും എടുത്തില്ലെങ്കിൽ ചിലപ്പോ ആളിങ്ങോട്ട് വന്നാലോ. എടുത്തു കളയാം. ഹലോ വലിയ കുഞ്ഞേ. എന്താ കല്യാണി ഇത്? ഫോൺ എടുക്കാൻ എന്താ ഇത്ര താമസം? ഞാനിതിപ്പോ രണ്ടാമത്തെ തവണയാണ് നിന്നെ വിളിക്കുന്നത്. അല്ല, നിനക്കെന്താ ഇപ്പൊ ചെവിയൊന്നും കേട്ടുകൂടാതായോ? അത് ഞാൻ അടുക്കളയിൽ ജോലിയിലായിരുന്നു വലിയ കുഞ്ഞേ. അതാ വന്നെടുത്തപ്പോ നേരത്തെ ഫോൺ കട്ടായി പോയത്. ശരി ശരി. അല്ല, നീ ഇന്ന് ജോലിക്ക് വരുന്നില്ലേ? എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണമെന്നറിയോ? തൃച്ചംബരത്ത് വന്ന് കയറാൻ പോകുന്ന മൂത്ത മരുമകൾ ആരാണെന്ന് ഇന്ന് അമ്മ അറിയണം. നീ വേഗം വാ കല്യാണി. ഞാനിവിടെ നടയിൽ തന്നെ കാത്തു നിൽക്കുക. അയ്യോ, അത് ഇന്ന് ഞാൻ ലീവാ വലിയ കുഞ്ഞേ. അവിടെ ഇന്ന് ജോലിക്ക് വരുന്നില്ല. വാട്ട്? ലീവോ? അല്ല, ലീവ് എടുക്കാൻ എന്ത് പറ്റി? എന്താ പ്രശ്നം? അത് പ്രശ്നം, അത് പിന്നെ പനിയാ എനിക്ക്. ദേഹം നല്ല ചൂടുണ്ട്. പനിയോ? എന്ത് പനി? ഇന്നലെ ഇവിടുന്ന് പോകുന്നവരെ നിനക്ക് ഒരു പനിയില്ലായിരുന്നല്ലോ. അഖില,
ഏയ് അഖില, ആ ആ, കൃഷ്ണേട്ടാ. എന്തുപറ്റി? പകൽക്കിണാവൊക്കെ കാണാൻ തുടങ്ങിയോ? പകൽക്കിനാവൊന്നുമല്ല, പകൽക്കിനാവുകൾ ഫലിക്കില്ലെന്നാ പറയാറ്. ആ, ഞാൻ കണ്ടത് ഫലിക്കുന്ന കിനാവുകളാ കൃഷ്ണേട്ടാ. അതെന്താ ഈ ഫലിക്കുന്ന കിനാവ്? അതെ, നമ്മുടെ മരുമകളെയാ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ആനന്ദിന്റെ പെണ്ണിനെ. ഞാൻ ഊഹിച്ചു. ആ ഗുരുജി വന്ന് പറഞ്ഞിട്ട് പോയത് മുതൽ നീ നിന്റേതായ ലോകത്തിലെ. ആ അതുപോട്ടെ, സ്വപ്നത്തിൽ മരുമകൾ എങ്ങനെയുണ്ട്? അത് നീ പറഞ്ഞില്ലല്ലോ. നല്ല രാജകുമാരിയെ പോലൊരു പെൺകുട്ടി. നമ്മുടെ തറവാടിന് ചേർന്ന അന്തസ്സും പ്രൗഢിയുമുള്ളവൾ. അമ്മേ, ആ ആ വരനെത്തിയല്ലോ. വാ, കമിൻ. രണ്ടാളും എന്തോ സീരിയസ് ഡിസ്കഷനിലാണെന്ന് തോന്നുന്നു. ആ ആ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ മൂത്ത മരുമകളായി വരുന്ന നിന്റെ പെണ്ണിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാ കൃത്യമായിട്ട് നീ തന്നെ വന്നു കയറിയത്. പറഞ്ഞു ആനന്ദേ, നിനക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. അത് വേറൊന്നുമല്ലമ്മേ, നമ്മുടെ കല്യാണിയെ കുറിച്ച്. കല്യാണിയെ കുറിച്ചോ? കല്യാണിയെ കുറിച്ച് എന്താ ഇപ്പൊ പറയാനുള്ളത്? പറയൂ. കല്യാണിയെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഈ കുടുംബത്തോട് ഏറ്റവും കൂറും വിശ്വാസ്യതയും പുലർത്തുന്നവളാ കല്യാണി. അമ്മയുടെ വരം നിറവേറ്റാൻ വേണ്ടി സ്വന്തം ജീവിതം വരെ കളയാൻ തയ്യാറായവളാ. കറക്റ്റ്. ഈ ഞാനിപ്പോ ഇവിടെ ജീവനോട് ഇരിക്കുന്നത് തന്നെ അവള് കാരണമാണ്. അത് മാത്രമല്ല ച, ഒരു ആപത്ഘട്ടം വന്നപ്പോ നമ്മുടെ കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ജയിലിൽ പോകാൻ വരെ കല്യാണി തയ്യാറായി. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന എന്റെ ഒരു അഭിപ്രായം. അഖിലേ, അത് വേണം. ആനന്ദ് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഫൈൻ. നിക്ക്, എന്താടി ഇന്നിത്ര താമസം? ഇവിടെ അല്ലാതെ വേറെ വല്ലയിടത്തും ജോലിക്ക് പോകുന്നുണ്ടോ നീ? അല്ല, ഇന്നിപ്പോ മണിക്കൂർ ഷിഫ്റ്റ് വെച്ച് 10 വീട്ടിൽ പോയി മാസം 10 ലക്ഷം ഉണ്ടാക്കലാണല്ലോ നിന്നെ പോലുള്ളവളുമാർക്കൊക്കെ പണി. എനിക്ക് രാവിലെ നല്ല സുഖമില്ലായിരുന്നു മാഡം, അതാ താമസിച്ചത്. നിന്റെ അസുഖം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പ്രേമപ്പനി ആയിരിക്കും. അത് മാറാൻ ആവശ്യം ചൂരൽ കഷായ. ഞാനത് വെച്ചിട്ടുണ്ട്. ആ, ഇപ്പൊ നീ പോയി എനിക്കൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവാ. കേറി പോടി, തൂണ് പോലെ നിക്കാതെ. നീ നിന്നേ നോക്കട്ടെ. എന്റെ ഭഗവാനെ, ആന്റി ഇത് കണ്ടോ? എന്റെ ഭഗവതി, ഇതിവിടുത്തെ പാരമ്പര്യ മാലയാണല്ലോ. ഈ മാല എങ്ങനെയാടി നിന്റെ കഴുത്തിൽ വന്നത്? പറയടി. ഓ, ഈ മാല കഴുത്തി കിടന്നതിന്റെ അഹങ്കാരത്തിലായിരിക്കും ഭവതി ഇന്ന് തോന്നിയ സമയത്തൊക്കെ ജോലിക്ക് വന്നത്. സത്യം പറയടി, നീ ഈ മാല അഖിലേച്ചിയുടെ അലമാരി ഇന്ന് മോഷ്ടിച്ചതല്ലേ? ഊരടി. ഇടി ഊരാൻ. ഊരടി അങ്ങോട്ടെ. മാഡം, നിന്നോടല്ലേടി മാല ഊരാൻ പറഞ്ഞത്? മാഡം, മാഡം പിടിച്ചു വലിക്കില്ല മാഡം. നിന്നോടല്ലേ പറഞ്ഞു? നിനക്ക് എന്താടി പറഞ്ഞ മനസ്സിലാവില്ലേ? ഊരാനല്ലേ പറഞ്ഞത്? മാഡം കഴുത്ത് നോന്നു. മാഡം മാല പൊട്ടും. പൊട്ടിക്കാൻ പോകുന്ന നിന്നെ തലമണ്ടയടി. മുത്തശ്ശന്റെ അനുഗ്രഹം എനിക്ക് എന്നും ഉണ്ടാവുമെന്നും പറഞ്ഞ് അമ്മ എന്നെ ഏൽപ്പിച്ച ഈ മാല കല്യാണിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന എന്റെ ശക്തമായ അഭിപ്രായം. നോ, ഇംപോസിബിൾ. ഇത് നിന്റെ മുത്തശ്ശൻ മാത്രം ഉപയോഗിച്ച ചെയിൻ അല്ല. തൃച്ചംബരം തറവാട്ടിൽ ഒരുപാട് തലമുറകളായി കൈമാറി വന്നതാണ്. ഇതെങ്ങനെയാണ് ആനന്ദ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക? അതും ഒരു സെർവന്റിനും. സോറി അമ്മ, കല്യാണി വെറും ഒരു സെർവന്റ് അല്ല, ഈ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് അമ്മ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്.
കല്യാണി ഒരിക്കൽ അച്ഛന്റെ ജീവൻ രക്ഷിച്ചു. പിന്നെ അമ്മയുടെ വര നിറവേറ്റാൻ വേണ്ടി അവളുടെ ജീവിതം വരെ ഹോമിക്കാൻ തയ്യാറായി. നമുക്ക് വേണ്ടി ജയിലിൽ പോവാൻ തയ്യാറായി. അങ്ങനെയുള്ള കല്യാണിക്ക് ഈ പരമ്പരാഗത ചെയിൻ കൊടുക്കുമ്പോൾ നമ്മുടെ പൂർവികന്മാർ സന്തോഷിക്കുകയുള്ള അമ്മ. ഒരുപക്ഷെ മുത്തശ്ശൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് തന്നെ ചെയ്യുമായിരിക്കുമെന്ന എന്റെ വിശ്വാസം. ടു ബി ഫ്രാങ്ക്, എനിക്ക് ആനന്ദ് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു അഖിലേ. ഈ ചെയിൻ കല്യാണിക്ക് കൊടുത്താൽ എന്റെ ജീവൻ കാത്ത കല്യാണിയെ പൂർവാത്മാക്കൾ അനുഗ്രഹിച്ചതുപോലെയാവും. എന്റെ ജീവന്റെയും നമ്മുടെ കുടുംബത്തിന്റെ ആത്മാഭിമാനത്തിന്റെയും വിലയായി ഈ ഒരു ആഭരണം നൽകിയാൽ അതിനെന്താണ് തെറ്റ്? നീ തന്നെ ഒന്ന് പറ. ശരി, എനിക്ക് സമ്മതമാണ്. ചെയിൻ വാങ്ങിക്കുക കല്യാണി, എനിക്ക് സമ്മതമാണ്. അമ്മേ, ഈ ചെയിൻ ഞാൻ കൊടുക്കുന്നതിനേക്കാൾ അമ്മ കൊടുക്കുന്നതായിരിക്കും കല്യാണിക്ക് സന്തോഷം. അമ്മ തന്നെ കൊടുക്ക. വാങ്ങിക്കുക കല്യാണി. ഒന്ന് വാങ്ങിക്കുക കല്യാണി. അഖില മനസ്സറിഞ്ഞ് തരുന്നത് നിഷേധിക്കാൻ പാടില്ല. കമോൺ. ചെയിൻ കഴുത്തിലിട്ടോളൂ കല്യാണി. അമ്മേ, അമ്മ പറഞ്ഞാലേ കല്യാണി മാല കഴുത്തിലിടൂ. പറയമ്മേ പ്ലീസ്. അത് കഴുത്തിലിട കല്യാണി, ഞങ്ങളൊന്ന് കാണട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഇട്ടുതരാം. പ്രിയങ്കേ, ഇതൊന്നും മനഃപൂർവ്വം ആയിരുന്നില്ല. ഞാൻ അറിഞ്ഞോ ഈ ചന്ദ്രൻ മുമ്പ് ഒരു പെണ്ണിനെ കെട്ടിപ്പൊറപ്പിക്കുകയായിരുന്നു. ആ, നീ ഒന്ന് ഫ്രീ ആവ്, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. എന്നാലേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാ മനസ്സിലാവും. കൊള്ളാം, ഇവിടെ ഫോൺ വിളിച്ച് കളിച്ചോണ്ട് നിന്നോ? അകത്ത് നടക്കുന്നെന്ന് അറിയണ്ടല്ലോ അല്ലേ? ശരി പ്രിയങ്കി, ഞാൻ പിന്നെ വിളിക്കാം. വിശദമായിട്ട് പറയാനുണ്ട്. ശരി ശരി. എന്താടി, എന്താ പ്രശ്നം? പ്രശ്നമൊന്നും പറയണ്ട. പണ്ട് കാലത്ത് രാജാവും രാജ്ഞിയൊക്കെ ദാസർക്ക് പട്ടും വളയും മാലയൊക്കെ പാരിതോഷികമായി കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ കാര്യത്തിലേക്ക് വാ. ഇപ്പൊ എന്താ ഉണ്ടായത്? ആദ്യം അത് പറ. എന്റെ ആന്റി, ഇവിടുത്തെ രാജ്ഞി ആശ്രിതയായ കല്യാണിക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പ്രത്യുപകാരമായി ഒരു പാരിതോഷികം കൊടുത്തിരിക്കുന്നു. ആര്, ചേച്ചിയോ? ഇവിടുത്തെ രാജ്ഞി പിന്നെ ആരാ? അഖിലാന്റി തന്നെ. എന്ത് പാരിതോഷികം? അതല്ലേ കഷ്ടം. തൃച്ചംബരത്തെ പരമ്പരാഗത സ്വത്തായ ആ മാലയില്ലേ, അവളുടെ കഴുത്തിൽ നിന്നും ആന്റി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച അതേ മാല അതിന്ന് അഖിലാന്റി തന്നെ അവൾക്ക് സമ്മാനമായി കൊടുത്തിരിക്കുന്നു, നേരിട്ട്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ആനന്ദ് അവൾക്ക് കൊടുത്ത മാല വീണ്ടും ചേച്ചി അവൾക്ക് സമ്മാനിച്ചെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുമില്ല. ഒരു കാര്യം ഉറപ്പാ, ആ മാല അവൾക്ക് ആനന്ദേട്ടൻ അഖിലാന്റിയെ കൊണ്ട് നേരിട്ട് തന്നെ കൊടുപ്പിച്ചതാ, ആന്റിയുടെ ശല്യം ഒഴിവാക്കാൻ. ഒരു മിനിറ്റ്. അച്ഛാ, അമ്മേ, ഞങ്ങൾ ഇറങ്ങാം. ശരി ശരി. അവിടെ താജിലല്ലേ താമസം? അല്ലെങ്കിലേ, അവിടെ എന്റെ ഫ്രണ്ടിന്റെ ഒരു സർവീസ് ഫ്ലാറ്റ് ഉണ്ട്. ഫുള്ളി ഫർണിഷ്ഡ് ആണ്. അതാവുമ്പം പ്രൈവസി കിട്ടും. അല്ല, നീ ലൊക്കേഷൻ വിളിച്ചായിരുന്നോ? വിളിച്ചിരുന്നു. എല്ലാം ഓക്കെയാണ്. അപ്പൊ അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. മോനെ,
ആഹാരമൊക്കെ കൃത്യസമയത്ത് കഴിക്കണം. ഓ ആ സുബ്രു, ആന്റി, ബിസിനസ് തലയ്ക്ക് പിടിച്ച ആനന്ദ് പിന്നെ ആഹാരത്തിന്റെ കാര്യം ഒക്കെ അങ്ങ് മറക്കും. നീ വേണം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. നോ പ്രോബ്ലം ആന്റി. ഊണും ഉറക്കവും എനിക്ക് കൃത്യസമയത്ത് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഒരുമാതിരി ഭ്രാന്ത് വരും. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. അത് നന്നായി. ആ ബ്രോ പോവാൻ ഇറങ്ങിയല്ലേ? ആ എയർപോർട്ട് വരെ ഞങ്ങൾ കൂടി വരാൻ ആനന്ദ്. ഏയ് വേണമെന്നില്ല, ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ. മാഡം, കോഫി. എന്താടി മൂത്തൊരു കള്ള ലക്ഷണം? ഞാനൊന്നും കണ്ടില്ലെന്ന് വിചാരിച്ചല്ലേ നീ? മാഡം, അത് ആനന്ദിന് ഇവിടെ ഞങ്ങളാരും ചെയ്യാത്ത ഒരു യാത്രയയപ്പ് നടത്താൻ നിനക്കവൻ ആരാ? നിന്റെ കഴുത്തിൽ താലി കിട്ടിയവനാണോ? നിക്കടി. താലിക്ക് പകരം അവൻ സമ്മാനിച്ചതാണെന്ന് എനിക്ക് ഈ മാലയെന്ന് എനിക്കറിയാം. ഞങ്ങൾ ആരും അറിയാതെ ബുദ്ധിപൂർവം അവനത് ഒപ്പിക്കുകയും ചെയ്തു. കള്ളച്ചെക്കൻ. ഞാൻ ആ സന്ദർഭത്തിൽ അവിടെ ഇല്ലാതെ പോയി. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിന് പരിഹാരമാണ് വേണ്ടത്. നീ ആ മാലയും ഊരി തന്നെ. മാഡം, അത് ഊരടി മാല. നീ ഊരാൻ. വേണ്ട മാഡം, ഇത് എനിക്ക് അഖില മാഡം തന്നതാ. കഴുത്തിൽ നിന്ന് ഊരാൻ പാടില്ലെന്നാ പറഞ്ഞേക്കണേ. ആര് പറഞ്ഞേക്കുന്നത്? അഖിലേച്ചിയോ അതോ ആനന്ദോ? അഖിലാണ്ടേശ്വരിയുടെ സ്ഥാനം തന്നെ എനിക്ക് ഈ വീട്ടില്. ഞാൻ ഇടാൻ കൊതിച്ച പരമ്പരാഗത ആഭരണങ്ങളൊക്കെ കറങ്ങിയും തിരിഞ്ഞും എച്ചിൽ പാത്രം കഴുകുന്ന നിനക്ക് വന്ന് ചേർന്നോണ്ടിരിക്കുക. ഇതെല്ലാം ഞാൻ കയ്യും കെട്ടി നിന്ന് കാണണമെന്നാണോ? മര്യാദക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കടി മാല. എനിക്ക് തോന്നി കല്യാണി ഇവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കുന്നു. ഇളയമ്മയെ കുറിച്ച് അറിയാലോ. ഇനി ഈ ലോകത്ത് പട്ടിയുടെ വാല് നിവർന്നാ പോലും ഇളയമ്മ നേരെയാവുന്ന എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് കല്യാണി അത് വിട്ടുകളഞ്ഞേക്ക്. അതല്ല അനിയൻ കുഞ്ഞെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, ഇത് വെറുതെ. മനസ്സിലായി. ഏതായാലും ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഒരു മിനിറ്റ്, ഇപ്പൊ തന്നെ ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. അയ്യോ, അനിയൻ കുഞ്ഞ് എന്ത് ചെയ്യാൻ പോവാ? വേറൊന്നുമല്ല, ഇത് കയ്യോടെ ബ്രോയെ വിളിച്ചു പറഞ്ഞോളെ. അയ്യോ വേണ്ട വേണ്ട. എന്തിനാ അനിയൻ കുഞ്ഞെ ഇതൊക്കെ വലിയ കുഞ്ഞിനെ അറിയിക്കണേ? വലിയ കുഞ്ഞ് യാത്ര പോവല്ലേ,
അതിനിടയിൽ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ട. നോ കല്യാണി, അങ്ങനെയല്ല. പല കാര്യങ്ങളും വേണ്ട വേണ്ടെന്ന് വെക്കുന്നുണ്ടോ ഇളയം ഇത്രയും വഷളാവുന്നത്. ഇതിപ്പോഴേ സഹിക്കാവുന്നേക്കാൾ അപ്പുറമായി കഴിഞ്ഞു. ആരാ കല്യാണി ഫോണില്? കല്യാണി ആരാ ഫോൺ? അത് വലിയ വെരി ഗുഡ്. ഫോൺ എടുത്ത് സംസാരിക്കുക കല്യാണി. ഹലോ. ഹലോ. കല്യാണി, എന്താ ഫോൺ എടുക്കാൻ ഇത്രയും താമസം? റിംഗ് തീരാറായല്ലോ. അത് വലിയ ഞാനിവിടെ ജോലിയിലായിരുന്നു. കയ്യിലെ നനവൊക്കെ തുടച്ചിട്ട് ഫോൺ എടുത്തപ്പോ താമസിച്ചു. ശരി ശരി, അത് തന്നെയാണല്ലോ കാരണം. വേറൊന്നുമില്ലല്ലോ? ഏയ്, വേറൊന്നുമില്ല. അല്ല വലിയ എന്താ അങ്ങനെ ചോദിച്ചേ? ഏയ്, അത് വേറൊന്നുമല്ല. കുറച്ചു നേരമായിട്ട് എന്റെ ഇടത് കണ്ണ് തുടിക്കുന്നു. സാധാരണ അങ്ങനെ സംഭവിച്ചാ നിനക്ക് എന്തെങ്കിലും ആപത്ത് വരാറാ പതിവ്. നിനക്ക് ഏതെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല വലിയ എനിക്കെന്ത് കുഴപ്പം വരാനാ? വലിയ സമാധാനായിട്ട് പോയിട്ട് വാ. എനിക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒഴുക്കമട്ടി പറയണ്ട. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, അപ്പൊ തന്നെ. വിളിക്കാം. വലിയ സന്തോഷമായിട്ട് പോയിട്ട് വാ. പിന്നെ എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ഞാൻ ഫോൺ വയ്ക്കട്ടെ? ശരി കല്യാണി. അഖിലേച്ചി തൃച്ചംബരത്തെ മൂത്ത മരുമകളിടാനുള്ള പരമ്പരാഗത മാല കല്യാണിക്ക് കൊടുത്തത് നീ അറിഞ്ഞോ? അത് ചോദിക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് കേറി വന്നത്. ആരോ പറയുന്നു കേട്ടു. ഞാനതത്ര ഗൗനിച്ചില്ല. എന്നാ ഗൗനിക്കണം. അത് ഇട്ട ശേഷം അവളാകെ മാറിയിരിക്കുക. പഴയതിന്റെ ഇരട്ടി അഹങ്കാരം അവക്കിപ്പോ. കല്യാണിയാണല്ലോ. ഹലോ. കട്ടായി പോയി. ചേച്ചി ഒന്നും കൂടി വിളിക്കേ. വേണ്ട. ചേച്ചി അടുത്ത് സംസാരിക്കേ ചേച്ചി. സംസാരിക്കേ. ഹലോ. പിന്നെയും കട്ടായി പോയി. ഓ, ഇങ്ങെടുക്ക് ആ ഫോൺ, ഇങ്ങെടുക്ക്. വെറുതെ മിസ് കോൾ അടിച്ച് കളിക്കാതെ ഫോൺ എടുത്ത് സംസാരിക്കും. നീ സംസാരിച്ച് തീർന്നിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ. മിസ് കോൾ അല്ല, കട്ടായതാ. എനിക്ക് തിരിച്ചു വിളിക്ക്. സംസാരിക്കേ. ഹലോ കല്യാണി, എന്തുപറ്റി? ഫോണെന്താ കട്ടായത്? അത് വലിയ അത് വലിയ ആഹാരം കഴിച്ചോ? ആഹാരമൊക്കെ കഴിഞ്ഞു. ആദ്യം സുഖമാണോ നിനക്കവിടെ? എനിക്ക് സുഖമാ. കല്യാണി, എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണമായിരുന്നല്ലോ. നീ ഫ്രീ ആണോ ഇപ്പോ? കുഴപ്പമില്ല മാഡം, ഞാൻ ഇപ്പൊ റെഡിയാക്കി കൊണ്ടുവരാം. ശരി, വേഗാട്ടെ. ടൗല് മറന്നു. പാക്ക് റെഡിയായോ കല്യാണി? റെഡിയാണ് മാഡം. എന്നാ തുടങ്ങിക്കോ, ഞാനും റെഡിയാ. ഈ മാല കൊള്ളാലോ കല്യാണി.
ഇത് ആരാ തന്നത്? അഖില മാഡം സൂക്ഷിക്കണമെന്നും പറഞ്ഞു. ഇത് തൃച്ചംബരത്തെ പരമ്പരാഗത മാലയാ. പരമ്പരാഗത മാല എനിക്ക് തരുന്നതിന് പകരം ആന്റി എന്തിനാ വീട്ടുജോലിക്കാരിക്ക് കൊടുത്തെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആഹാരം കഴിച്ചോ? ആ കല്യാണി, ആ വിലാസിന് ആന്റിക്കില്ലേ നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ. നീ നന്നായി ഫേഷ്യൽ ചെയ്യുമെന്ന് എനിക്കറിയാം. ജയന്തിയോട് നിന്നെ ഒന്ന് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ വിലാസിനെ ആന്റി പറയാ ജയന്തി നന്നായി ഫേഷ്യൽ ചെയ്യും, അവള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു പാസ്സായതാണെന്ന്. ഞാൻ പറഞ്ഞു റിസ്ക് വേണ്ട, കല്യാണി ഫേഷ്യൽ ചെയ്താൽ മതിയെന്ന്. അപ്പൊ വിലാസിന് ആന്റി പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. തൃച്ചംബരത്തെ പരമ്പരാഗത മാല നിന്റെ കഴുത്തിൽ വന്ന ശേഷം നിനക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ടെന്ന്. നീ ഇപ്പൊ ആരെ അനുസരിക്കുന്നില്ലാന്ന്. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയില്ലേ. അന്നും ഇന്ന് നീ വെറും ഒരു പാവം തന്നെ. അല്ല, നീ എന്തൊന്നും മിണ്ടാതെ നിൽക്കുന്നെ? വിലാസിനെ ആന്റി പറഞ്ഞതുപോലെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് തുടങ്ങിയോ നിനക്ക്? ഏയ് കല്യാണി, കല്യാണി നീ ഒന്നും കേൾക്കുന്നില്ലേ? കേട്ടത് ഞങ്ങളാ. എല്ലാം കേട്ടു, ബോധ്യപ്പെടുകയും ചെയ്തു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഫേഷ്യൽ ക്രീം എന്നും പറഞ്ഞ് നിന്റെ മുഖത്ത് എന്തോ വാരി തേച്ചിട്ടേ വെള്ളരിക്ക പീസ് വെച്ച് കണ്ണും മൂടിക്കെട്ടി അവള് പോയി അവളുടെ പാട് നോക്കി. ഇനി അവളെ കാണണമെങ്കിലേ നീ പോയി താഴേക്ക് നോക്കിയാ മതി. അവിടെ ആരോടോ ഫോണിൽ സല്ലപിക്കുന്നുണ്ടാവും തൃച്ചംബരത്തെ കല്യാണി. അല്ല, ഇനി അങ്ങനെ അറിയപ്പെടാനാണല്ലോ അവൾ ആഗ്രഹിക്കുന്നതും ഇവിടെ ചിലര് പ്രയത്നിക്കുന്നതും. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ തൃച്ചംബരത്തെ മരുമകളല്ലേ നീ? നിനക്ക് അവള് തരുന്ന വില ഇതാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാര്യം പിന്നെ എന്തായിരിക്കും? ഈ പരമ്പരാഗത ചെയ് നിന്റെ കഴുത്തിൽ വന്നതിന് ശേഷം നീ സ്വയം മറന്നു. പഴയ കല്യാണി അല്ല നീ. അല്ലെങ്കിൽ ഫേഷ്യലിൽ ചുണ്ണാമ്പ് മിക്സ് ചെയ്ത് എന്റെ മുഖം പൊള്ളിക്കാൻ നീ ശ്രമിക്കില്ലായിരുന്നു. എന്റെ ദൈവമേ, മാഡം എന്തൊക്കെയായി പറയണേ? ഞാൻ ഫേഷ്യൽ പാക്കില് ചുണ്ണാമ്പ് കലർത്തിയെന്നോ? ഞാൻ മാഡത്തിനോട് ഇങ്ങനൊരു ദ്രോഹം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ മാഡത്തിന്? കല്യാണി നിക്ക്. എന്തു പറ്റി കല്യാണിക്ക്? കരഞ്ഞ ലക്ഷണമാണല്ലോ. ഏയ് ഒന്നുമില്ല നീ കുഞ്ഞെ. അത് കള്ളം. ഒന്നുമില്ലാതെ ആരെങ്കിലും കരഞ്ഞോണ്ട് ഇറങ്ങി വരുമോ? എന്താ കാര്യം എന്ന് പറ. ഓർമ്മയുണ്ടല്ലോ, കല്യാണിയെ നോക്കാൻ ബ്രോ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. ഒന്നുമില്ല നീ കുഞ്ഞെ, ഞാൻ പോണു. ഏയ് കല്യാണി നിക്ക്. കവിളത്ത് അടി കൊണ്ട് എന്റെ പാടുണ്ടല്ലോ. ഇങ്ങനെ വിരല് പതിഞ്ഞു കിടക്കുമ്പോൾ കള്ളം പറയുന്നത് എന്തിനാ? എന്താ നടന്നതെന്ന് എനിക്ക് അറിയണം. ഞാൻ ചോദിച്ചതിന് മറുപടി പറ കല്യാണി. നിന്നെ ആരാ അടിച്ചത്? പറയാൻ. എന്നോടൊന്നും ചോദിക്കില്ല നീ കുഞ്ഞെ. എന്നെ ആരും അടിച്ചിട്ടൊന്നുമില്ല. കള്ളം. നീ ആരും രക്ഷിക്കാൻ ശ്രമിക്കണമെന്നില്ല. എനിക്കറിയാം, ഇളയമ്മ രാവിലെ ചെയിനൂരാൻ പറ്റാത്തന്നെ പകരം വീട്ടിയതായിരിക്കും. ആ സ്ത്രീ മാത്രം ഇങ്ങനെ ചെയ്യൂ. അതൊന്നും അല്ല അനിയൻ കുഞ്ഞെ. ദേവിയത് എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത്. ഞാൻ പോവോ? ഏയ് കല്യാണി, കല്യാണി നിക്ക്. ഓ കൊള്ളാം, നല്ല അഭിനയം. അപ്പൊ ഇളയമ്മ ഒന്നും അറിഞ്ഞില്ലല്ലേ? എന്തറിയാൻ ചേടാ, നിന്റെ ചോദ്യം ഭാവമൊക്കെ കണ്ട ഞാൻ ആരെയോ കുത്തിക്കൊന്നിട്ട് നിൽക്കുകയാണെന്ന് തോന്നുമല്ലോ. അല്ല, എന്താ നിന്റെ പ്രശ്നം? അത് നീ പറ. പറയാൻ പുതിയതായിട്ടൊന്നുമില്ല. ഇളയമ്മയ്ക്ക് ലജ്ജ തോന്നുന്നില്ലേ ആ പാവപ്പെട്ട പെണ്ണിനെ എങ്ങനെയിട്ട് ഉപദ്രവിക്കാൻ? പാവപ്പെട്ട പെണ്ണോ? ഏത് പാവപ്പെട്ട പെണ്ണ്? നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അങ്ങോട്ട് തെളിച്ച് പറ അരവിന്ദേ. മറ്റുള്ളവരെ വെറുതെ ഭ്രാന്താക്കാതെ. ഭ്രാന്തൊക്കെ മനുഷ്യർക്ക് വരുന്ന അസുഖ, മൃഗങ്ങൾക്ക് അത് വരാറില്ല. അതുകൊണ്ട് ഇളയം അതിന് പേടിക്കണമെന്നില്ല. അരവിന്ദ്, നീ പരിഹാസം പറഞ്ഞ അതിര് കടക്കുന്നുണ്ട്. മനഃപൂർവ്വമല്ല, ഇളയമ്മ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ.
മനുഷ്യനായ അല്പം മനസാക്ഷിയൊക്കെ വേണം. തിരിച്ചു തല്ലില്ലെന്ന് ഉറപ്പുള്ളോണ്ടല്ലേ ആ പാവം കല്യാണി വീണ്ടും വീണ്ടും ഇങ്ങനെ ഇട്ട് തല്ലുന്നത്. അധ്യാപകർ പോലും വിദ്യാർത്ഥികളെ തല്ലാൻ പാടില്ലെന്ന ഇപ്പോഴത്തെ നിയമം. ഇനിയിപ്പോ വീട്ടുജോലിക്കാർക്ക് അത് വേണ്ടി വരും. ഏതായാലും ഇനിയെങ്കിലും ഇളയമ ഒന്നും ഓർത്താക്കൊള്ളാം. കല്യാണി ആരെയും അടിമയൊന്നുമല്ല. നമ്മളെപ്പോലെ ചോരയും നീരും സർവ്വസ്വാതന്ത്ര്യം ഉള്ള ഒരു മനുഷ്യ സ്ത്രീയാ. നിർത്തടാ, മതി നിന്റെ പ്രസംഗമൊക്കെ. ആ രേഖ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് മടങ്ങി വാ. അവളുടെ കവിളത്ത് പതിഞ്ഞു കിടക്കുന്നത് എന്റെ കൈരേഖയാണോ അതോ നിന്റെ കെട്ടിയോളുടെ കൈരേഖയാണോന്ന്? എന്താടാ മനസ്സിലാകാത്ത പോലൊരു നോട്ടം? കല്യാണി അടിച്ചത് നന്ദനയാ, ഞാനല്ല. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നിന്റെ പെണ്ണുമ്പിള്ളയോട് പോയി നേരിട്ട് ചോദിക്കേ, അല്ലാതെ ഇവിടെ എന്റെ തോളി കയറാൻ വരരുത്. ഇളയമ സത്യമാണോ ഈ പറയുന്നത്? പണ്ടായിരുന്നെങ്കിൽ ഞാനിത് വിശ്വസിച്ചനെ. ഇപ്പൊ നന്ദന പാടെ അങ്ങ് മാറി. മാത്രമല്ല കല്യാണി നന്ദനി നല്ല ഫ്രണ്ട്സുമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അതെ അതെ അതെ, നിന്റെ ഭാര്യ നല്ലവള്, ഇളയമ്മ മാത്രം മോശക്കാരി. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ നിനക്ക് വല്ലതും അറിയണമെങ്കിൽ നേരെ നിന്റെ ഭാര്യയോട് പോയി ചോദിക്കേ. പോടാ, പോകാൻ. ഐ എം നോട്ട് ഡെഫ്. അറിയാം, നീ കാത് കേൾക്കാത്ത പൊട്ടിയല്ല. പക്ഷെ മറ്റു ചില പഴയ കുഴപ്പങ്ങൾ നിനക്ക് വീണ്ടും തുടങ്ങിയെന്ന് മനസ്സിലായി. പ്രൈഡ് ആൻഡ് പ്രൊജുഡിസ്, അഹന്ത. അതുകൊണ്ടാണ് കല്യാണി നീ അടിച്ചത്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല നീ? നീ കല്യാണി അടിച്ചത് എന്തിനാണെന്ന്? അതെ, ഞാൻ അടിച്ചവളെ. അവളെ അടിക്കല്ല, കൊല്ലുകയായിരുന്നു വേണ്ടത്. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്നൊരു പഴയ കഥയുണ്ട്. അപ്പൊ നീ വീണ്ടും പഴയ നന്ദനയിലേക്ക് എത്തിന്ന് ചുരുക്കം. ഞാൻ സംശയിച്ചത് സത്യമായപ്പോ. ഞാൻ പഴയ നന്ദന ആയിരുന്നെങ്കില് ഇന്ന് അവള് മൂക്കിൽ പഞ്ഞിയും വെച്ച് കിടന്നേനെ ഈ നടയില്. ഒന്നേനെ ഞാൻ നാശത്തിന്. നിനക്ക് വേണ്ടി മാത്രമാ ഞാൻ എന്റെ എല്ലാ ഈഗോകളും മാറ്റിവെച്ച് ആ അടുക്കളക്കാരിയായിട്ട് നല്ല സൗഹൃദത്തിലായത്. എന്നിട്ടും അവൾ എന്നെ. നീ എന്തൊക്കെ ഈ പറയുന്നേ? കല്യാണി നിന്നെ എന്ത് ചെയ്തെന്നാ? എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറ. ഇങ്ങനെ വളച്ചുകെട്ടാതെ. വളച്ചുകെട്ടലില്ല, നേരിട്ട് എന്നെ കാണിക്കാം. എന്റെ മൂക്കൊന്ന് നോക്ക്, സന്തോഷാവും. മൈ ഗോഡ്, നന്ദന നിന്റെ മുഖത്ത് എന്ത് പറ്റി? എല്ലാം അവൾ ഒറ്റൊരുത്തി കാരണ. ആ വേലക്കാരി, വൃത്തികെട്ടവൾ. എന്താ സംഭവിച്ചെന്ന് പറ, എനിക്ക് കാര്യം അറിയണ്ടേ. എന്ത് സംഭവിക്കാൻ? ഞാൻ എന്റെ കഷ്ടകാലത്തിന് അവളോട് എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്ത് തരാൻ ആവശ്യപ്പെട്ടു. അവൾക്കത് പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതിനു പകരം ആ ഫേഷ്യൽ ക്രീമില് അവൾ ചുണ്ണാമ്പ് മിക്സ് ചെയ്ത് എന്റെ മുഖം പൊള്ളിക്കാ ചെയ്തത്. എന്താടാ നിനക്ക്? പുല്ല് ഉറങ്ങാനും സമ്മതിക്കുന്നില്ലല്ലേ? എടാ, നിന്നോടൊരു കമ്പനി തരാൻ പറഞ്ഞപ്പോ നീ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നു. എടാ, മണി 12 ആയുള്ളൂ. എണീക്കടാ ഒന്ന്. 12 ആയുള്ളൂന്നോ? എടാ, ഉച്ചയ്ക്ക് 12 അല്ല. ദേ ആനന്ദേ, നീ ഈ പാതിരാത്രിക്ക് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ. ഈ വാട്സപ്പ് കണ്ടുപിടിച്ചാനെ നല്ല തെരണ്ടി പാലിന് അടിക്കണം. അല്ല പിന്നെ സംഭവം കൊള്ളാലോ, നല്ല സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ മാത്രം കേട്ടിട്ട് കാര്യമില്ല, കേൾക്കാനുള്ള ആള് കേൾക്കണം. അതിനിപ്പോ എന്തോ ഒരു വഴി. വഴി കിട്ടി, ഇപ്പൊ കാണിച്ചു തരാവേ.